രഘു, ആലപ്പുഴയെ സംബന്ധിച്ച് കനൽ ഒരു തരിയായിടത്ത് നിന്ന് കനൽ ആളിക്കത്തുമോ എന്നതാണ് LDF ഉറ്റുനോക്കുന്നത്. ആ ഒരു പ്രഭാവം മറ്റു മണ്ഡലങ്ങളിലേക്കും വരുമോ, അതോ 2020 എന്ന സർവേ റിപ്പോർട്ടുകൾ അതുപോലെ വരുമോ എന്ന് UDF ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം ആലപ്പുഴയിൽ ഒരു ത്രികോണ പോരാട്ടം ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് പ്രചാരണ രംഗത്തെ ഓരോ മുന്നണിയുടെയും മുന്നേറ്റം? അത് സാധ്യതകളെ എങ്ങനെ മാറ്റിമറിക്കുന്നുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ ഒരു UDF തരംഗം ആഞ്ഞു വീശിയപ്പോഴും ആലപ്പുഴയിൽ മാത്രമാണ് ദിവീഷ് പറഞ്ഞതുപോലെ കനൽ ഒരു തരിയായി AM ആരിഫ് അവശേഷിച്ചത്. അവിടെ നിന്ന്, അതായത് മറ്റേത് സീറ്റുകൾ നഷ്ടപ്പെട്ടാലും ആലപ്പുഴ നിലനിർത്തുക എന്നുള്ളത് CPM-ൻ്റെയും LDF-ൻ്റെയും അഭിമാനമാണ്, പ്രത്യേകിച്ച് പുന്നപ്രയുടെയും വയലാറിൻ്റെയും ഒക്കെ മണ്ണിൽ. പക്ഷേ KC വേണുഗോപാൽ വന്നതോടുകൂടി അവരുടെ ഒരു UDF-ന് വലിയ ആളുകൾക്കിടയിൽ വലിയൊരു ആവേശമുണ്ടായിട്ടുണ്ട്. അവരുടെ ദേശീയ നേതാവ് എത്തുന്നു. UPA അല്ലെങ്കിൽ കോൺഗ്രസ് ഏതെങ്കിലും രീതിയിൽ അധികാരത്തിൽ വന്നാൽ കേന്ദ്രത്തിൽ വലിയ അധികാര ശ്രേണിയിലേക്ക് വരാൻ പോകുന്ന ഒരു നേതാവിനെ തന്നെ എത്തിച്ചതുകൊണ്ട് അവർക്കൊരു വലിയ ആവേശമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ BJP 1,90,000-ത്തിനടുത്ത്, അതായത് കേവലം 1,00,000-ൽ താഴെ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ വോട്ട് പിടിച്ചിരുന്ന സ്ഥലത്ത് നിന്നാണ് 1,90,000 വോട്ടുകളിലേക്ക് BJP വന്നത്. 12% വർധനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ വോട്ട് ഷെയറിൽ BJPക്ക് ഉണ്ടായത്. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ കൂടി വന്നതോടുകൂടി ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതിനിധിയിലേക്ക് വന്നിരിക്കുകയാണ്. ശോഭ എത്രത്തോളം വോട്ട് പിടിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും UDF-ൻ്റെയും LDF-ൻ്റെയും ജയ പരാജയങ്ങൾ. ശരി, റിയയിലേക്കൂടെ. റിയ, ചാലക്കുടിയെ സംബന്ധിച്ചും സിറ്റിംഗ് ആളെ ഇറക്കിക്കൊണ്ട് തന്നെയാണ് UDF രംഗത്ത് വരുന്നത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി ഇറക്കിക്കൊണ്ട് LDF വരുന്നു. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ സജീവ പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളും. ചാലക്കുടിയെ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് എന്തൊക്കെയാണ്? ദിവീഷ്, ചാലക്കുടി മണ്ഡലത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മുകുന്ദപുരം ആയപ്പോഴും പിന്നീട് ചാലക്കുടി മണ്ഡലമായപ്പോഴും ഒക്കെ ഇടതിനും വലതിനുമൊപ്പം മാറി മാറി നിന്നിട്ടുള്ള ഒരു പാരമ്പര്യം ചാലക്കുടി മണ്ഡലത്തിനുണ്ട്. സസ്പെൻസുകൾ പലപ്പോഴും ചാലക്കുടി മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1.25 ലക്ഷം, കഴിഞ്ഞ തവണ നേടിയ 1.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ ബെന്നി ബെഹനാൻ ഇത്തവണ വീണ്ടും ചാലക്കുടി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. CPM സ്ഥാനാർത്ഥിയായി മുൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് തന്നെ രംഗത്തിറങ്ങുന്നു. BJPക്ക് ഇത്തവണ BDGS-ൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സര രംഗത്തുള്ളത്. ഒപ്പം തന്നെ 2020-യുടെ ഒരു സ്ഥാനാർത്ഥി കൂടി ചാലക്കുടി മണ്ഡലത്തിലുണ്ട്. ഇതാണ് ഏറ്റവും നിർണായക ഘടകം. കഴിഞ്ഞ തവണ ഇന്നസെന്റ് നേടിയ, അതായത് ജയിച്ച മുൻവർത്ത വർഷത്തേക്കാൾ 17,000 വോട്ടിൻ്റെ കുറവ് മാത്രമേ കഴിഞ്ഞ തവണ ഇന്നസെന്റിന് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ CPM വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. തൃശ്ശൂർ മണ്ഡലങ്ങളിൽ CPM-നുള്ള മേൽക്കൈ, അത് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലൊരു വിജയപ്രതീക്ഷയായി CPM കണക്കുകൂട്ടുന്നുണ്ട്. കിറ്റക്സ് 2020-യുടെ സ്ഥാനാർത്ഥി എത്ര വോട്ട് പിടിക്കുമെന്നുള്ളത് ചാലക്കുടി മണ്ഡലത്തിൽ നിർണായകമാണ്. ഒപ്പം തന്നെ BDGS-ൻ്റെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ താമര ചിഹ്നത്തിലല്ല BJP-യുടെ സ്ഥാനാർത്ഥി അവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ BJP-യുടെ സ്ഥാനാർത്ഥി നേടിയ 1.5 ലക്ഷം വോട്ട് എന്നത് ഇത്തവണ ആ വോട്ടായി നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ്. എന്തായാലും ചാലക്കുടിയുടെ ചങ്ങാതി ആരായി മാറും എന്നുള്ളത് സസ്പെൻസായി തന്നെ നിലനിൽക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2020-യുടെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകുന്നു, BJP സ്ഥാനാർത്ഥിയായി BDGS-ൻ്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നതൊക്കെയാണ്. എന്തായാലും രണ്ട് സ്ഥാനാർത്ഥികളും ഇടതും വലതും തമ്മിൽ അവിടെ മത്സരം കടുക്കുമ്പോൾ ബെന്നി ബെഹനാൻ വിജയക്കൊടി പാറിക്കുമോ, അല്ലെങ്കിൽ C. രവീന്ദ്രനാഥ് ചാലക്കുടിയെ തിരികെ പിടിക്കുമോ എന്നുള്ളതൊക്കെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.